രഞ്ജിത്ത് അമ്പാടി, ഇപ്പോൾ ഈ ഒരു അതിക്രമത്തിൽ 4 CPM പ്രവർത്തകർ അറസ്റ്റിലായിട്ടുണ്ട്. 12 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് DCP വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഇവർക്ക് എല്ലാ സംരക്ഷണവും ഒരുക്കുന്നത് CPM നേതാക്കൾ തന്നെയാണ് എന്നാണ് ഇതിനകം വ്യക്തമായി കഴിഞ്ഞത്. ഒപ്പം CPM പറയുന്ന ഒരു ന്യായീകരണം ആസൂത്രിതമായ നീക്കം, രാഷ്ട്രീയമായ പകപോക്കലാണ് ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് എന്നാണ്. എങ്ങനെ പ്രതികരിക്കുന്നു രഞ്ജിത്ത്? തീർച്ചയായും KP പിണറായി വിജയന് പറയാൻ പറ്റൂ ഇത് ന്യായമായ അന്വേഷണമാണെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായി തങ്ങളെ വേട്ടയാടുന്നു, എന്നെയും മകളെയും വേട്ടയാടുന്നു, ഞാനും മകളും നിരപരാധികളാണ് എന്ന് മാത്രമേ പിണറായി വിജയന് പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഇത് എത്രയോ ആഴ്ചകളും എത്രയോ മാസങ്ങളും എത്രയോ വർഷങ്ങളുമായുള്ള നടപടിക്രമത്തിൻ്റെ ഒരു തുടർച്ച മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇന്ന് ഒരു ED റെയ്ഡ് നടന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാവും. ഇന്നലെയാണ് ഹൈക്കോടതി ഇവർ നൽകിയ, അതായത് CMRL നൽകിയ ഒരു ഹർജി തള്ളിക്കളഞ്ഞത്. അതായത് EDയുടെ തുടരന്വേഷണത്തെ തടയണം, അതിന് സ്റ്റേ നൽകണം എന്നാവശ്യപ്പെട്ടൊരു ഹർജി നൽകിയിരുന്നു. ആ ഹർജി അവർ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളി. ഏത് സാഹചര്യത്തിലും സമാന്തരമായ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് കൃത്യമായി തന്നെ ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ആ ഉത്തരവ് വന്നതിൻ്റെ അടുത്ത ദിവസം പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകളും താമസിക്കുന്ന ഇടങ്ങളിൽ, പിണറായി വിജയൻ്റെ മകൾ നേരത്തെ താമസിച്ചിരുന്ന ഇടങ്ങളിൽ ഒക്കെ തന്നെ അന്വേഷണം നടത്തി. CMRLൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ അന്വേഷണം നടത്തി. അവിടെ ഈ അന്വേഷണത്തിൽ അസംതൃപ്തി ആർക്കാണ് എന്ന് ഞാൻ ചോദിക്കുന്നത്. രാജ്യത്ത് നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസി, ആ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ ഓടിളക്കി ഇറങ്ങിയതല്ല പിണറായി വിജയൻ്റെ വീട്ടിൽ. അവർ നിയമാനുസൃതമായി അവിടെ എത്തി. അവർക്കുള്ള കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരിശോധന നടത്തി. അവർ പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ മകളെയും ചോദ്യം ചെയ്തു. മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ പരിശോധന നടത്തി. അതുപോലെ ധർമ്മടത്തെ പിണറായി വിജയൻ്റെ വീട്ടിൽ പരിശോധന നടത്തി. CMRL MD കർത്തയുടെ വീട്ടിൽ പരിശോധന നടത്തി. കർത്തയുടെ മകൻ്റെ വീട്ടിൽ പരിശോധന നടത്തി. ചെന്നൈയിലെ CMRLൻ്റെ ഓഫീസിൽ പരിശോധന നടത്തി. അപ്പോൾ അത് നിയമാനുസൃതമായിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ഈ പരിശോധന നടക്കുന്നത്. ആ പരിശോധന നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. അതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. ആ ഉദ്യോഗസ്ഥരെ CPM എന്ന പാർട്ടി കേരളത്തിൽ നടത്തിയ നരനായാട്ടിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം നടത്തുന്ന CPM എന്ന പാർട്ടി തങ്ങളുടെ തനി സ്വരൂപം കാണിച്ചു. അവർ ആ ഉദ്യോഗസ്ഥരെ സ്ത്രീകളെന്ന പരിഗണനയില്ലാതെ, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെന്ന പരിഗണനയില്ലാതെ അവർ സഞ്ചരിച്ച കാറിന് നേരെ കട്ടയും കമ്പും കുറുവടിയും ഉപയോഗിച്ച് ആക്രമിച്ചു. എന്തിനാണ്? കേവലം ഒരു ഭയപ്പെടുത്താൻ മാത്രമല്ല, ഈ ഗ്ലാസ് തകർത്ത് അതിനകത്തുള്ള ആളുകളെ ആക്രമിച്ച് വകവരുത്തുകയായിരുന്നു ഇവിടെ ലക്ഷ്യമെന്ന് കൂടി മനസ്സിലാക്കേണ്ടതാണ്.